ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു കാർ 360. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സിട്രോൺ എന്ന ഫ്രഞ്ച് കമ്പനിയുടെ ഏറ്റവും പുതിയ C3 എന്ന വാഹനവുമായിട്ടാണ്. 6.16 ലക്ഷം മുതൽ 9.12 ലക്ഷം വരെ എക്സ്ഷോറൂം വില വരുന്ന സിട്രോൺ C3ക്ക് 15 വേരിയൻറ്റുകളിലായിട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത്. C3യെ പറ്റി പറയുകയാണെങ്കിൽ വളരെ മികച്ചൊരു വാഹനം തന്നെയാണ്. അതിൻ്റെ എൻജിനും എക്സ്റ്റീരിയറും ഒക്കെ തന്നെ വളരെ ഗംഭീരമാക്കി തന്നെയാണ് സിട്രോൺ ഇന്ത്യയിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. C3ക്ക് അവൈലബിൾ ആയിട്ടുള്ള കളറുകളാണ് മുകളിൽ കൊടുത്തിട്ടുള്ളത്. അങ്ങനെ പലതരം വ്യത്യസ്ത നിറങ്ങളിൽ അവൈലബിൾ ആണ് C3 എന്ന ഈ വാഹനം. മാരുതി സുസുക്കി സ്വിഫ്റ്റ്, ഹ്യുണ്ടായി എക്സ്റ്റർ എന്നിങ്ങനെയുള്ള ജനപ്രിയ വാഹനങ്ങളാണ് C3യുടെ എതിരാളികൾ. ഇതൊരു ചെറിയൊരു കുഞ്ഞു വാഹനമാണെങ്കിൽ പോലും വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഇൻറ്റീരിയർ തന്നെയാണ് C3ക്ക് നൽകിയിട്ടുള്ളത്. എന്തുകൊണ്ടും മനോഹരമായ എക്സ്റ്റീരിയറും C3ക്ക് കാണാം. റിവ്യൂവിലേക്ക് കടക്കുന്നതിന് മുമ്പേ നിങ്ങൾ ആദ്യമായിട്ടാണ് കാർ 360 എന്ന ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ കൂടി ഓൾ ആക്കാൻ മറക്കരുത്. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുകയുള്ളൂ. അപ്പോൾ ഒട്ടും സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. എഞ്ചിനിലേക്ക് വരുമ്പോൾ രണ്ട് തരം എഞ്ചിനുകളാണ് C3ക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് 1200cc പെട്രോൾ എഞ്ചിനാണ്. അതിന് 80 bhp പവറും 115 Nm ടോർക്കുമാണുള്ളത്. ഇതിന് 19 km മൈലേജാണ് കമ്പനി അവകാശപ്പെടുന്നത്. രണ്ടാമത്തേതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അത് 1200cc ടർബോ പെട്രോൾ എഞ്ചിനാണ്. ഇത് ആദ്യത്തെ എഞ്ചിനേക്കാളും കുറച്ചുകൂടി പവർഫുള്ളായിട്ടാണ് നൽകിയിട്ടുള്ളത്. ഇതിന് 150 bhp പവറും 190 Nm ടോർക്കുമാണുള്ളത്. ഇതിനും 19 km മൈലേജാണ് കമ്പനി അവകാശപ്പെടുന്നത്. ഈ എഞ്ചിന് 0-100 സ്പീഡ് കൈവരിക്കാൻ വേണ്ടത് 11.08 സെക്കൻഡ് മാത്രമാണ്. ഫ്രണ്ടിലേക്ക് വരുമ്പോൾ വളരെ ഭംഗിയായിട്ടാണ് എല്ലാം ക്രമീകരിച്ചിട്ടുള്ളത്. LED DRലും അതിൻ്റെ താഴെയായിട്ടാണ് ഹാലോജൻ ഹെഡ്ലൈറ്റും വന്നിട്ടുള്ളത്. താഴെയായ സ്കഫ് പ്ലേറ്റുമായി ചേർന്നിട്ടാണ് ഫോഗ് ലൈറ്റ് നൽകിയിട്ടുള്ളത്. DRൽ നിന്നും ഹെഡ്ലൈറ്റിൽ നിന്നും വരുന്ന രണ്ട് ലൈൻസ് തന്നെയാണ് സിട്രോണിൻ്റെ ലോഗോയെ പ്രതിനിധീകരിച്ചിട്ടുള്ളത്. സൈഡിലേക്ക് വരുമ്പോൾ 15 ഇഞ്ചിൻ്റെ വലിയ അലോയ് വീൽസ് ആണ് C3ക്ക് നൽകിയിട്ടുള്ളത്. പിന്നെ ബോഡി കളർ ഡോർ ഹാൻഡിൽസും മിറേഴ്സുമാണ് വന്നിട്ടുള്ളത്. ലെഫ്റ്റ് സൈഡിലാണ് ഫ്യൂൽ ലിഡ് നൽകിയിട്ടുള്ളത്. പിന്നെ താഴെ നല്ല സൈസിലാണ് ക്ലാഡിംഗ് ഒക്കെ കൊടുത്തിട്ടുള്ളത്. റിയറിലേക്ക് വരുമ്പോൾ വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ആൽഫബറ്റ് Cൻ്റെ രൂപത്തിലാണ് ടെയിൽ ലൈറ്റ് ഒക്കെ നൽകിയിട്ടുള്ളത്. നടുവിലായി സിട്രോണിൻ്റെ ലോഗോയും സിട്രോണിൻ്റെ ബാഡ്ജിങ്ങും കാണാം. താഴെ വലിയ ബമ്പർ പാനലാണ് കൊടുത്തിട്ടുള്ളത്. അതിലാണ് നമ്പർ പ്ലേറ്റും ക്രമീകരിച്ചിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെയാണ് റിയർ പാർക്കിംഗ് സെൻസറൊക്കെ നൽകിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് സിട്രോൺ C3യുടെ എക്സ്റ്റീരിയറിനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ ഇനി ഇൻറ്റീരിയറിലേക്ക് കടക്കാം. ഇൻറ്റീരിയറിലേക്ക് പോകുമ്പോൾ 10 ലക്ഷത്തിന് കണ്ടുവന്നിട്ടുള്ള വണ്ടികളിലൊന്നും കണ്ടുവന്നിട്ടുള്ള ഇൻറ്റീരിയറല്ല. പകരം വളരെ ലക്ഷറി ഫീൽ തരുന്ന ഇൻറ്റീരിയറാണ് ഇതിന് നൽകിയിട്ടുള്ളതെന്നോണം പറയാൻ. സ്റ്റൈലിഷ് ആയിട്ടുള്ള സ്റ്റിയറിംഗ് തന്നെയാണ് ഇതിന് വന്നിട്ടുള്ളത്. അതിൽ ക്രൂയിസ് കൺട്രോൾ പോലെയുള്ള ഫീച്ചേഴ്സൊന്നും അവൈലബിൾ അല്ല. പകരം വോളിയം കൺട്രോൾസ് മാത്രമാണ് അതിന് നൽകിയിട്ടുള്ളത്. അതിന് പിന്നിലായി ഫുൾ ഡിജിറ്റലായിട്ടുള്ള ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്റർ നൽകിയിട്ടുണ്ട്. പിന്നെ ഡാഷ്ബോർഡിൻ്റെ നടുവിലായി ഉയർന്നു നിൽക്കുന്ന തരത്തിൽ 10 ഇഞ്ചിൻ്റെ വലിയ ടച്ച് സ്ക്രീനാണ് നൽകിയിട്ടുള്ളത്. താഴെയായി വയർലെസ് ചാർജറും നൽകിയിട്ടുണ്ട് എന്നത് വലിയൊരു കാര്യം തന്നെയാണ്. റിയറിലേക്ക് വരുമ്പോൾ 3 പേർക്ക് സുഖമായി ഇരുന്ന് യാത്ര ചെയ്യാൻ പറ്റുന്ന വലിയ സീറ്റ് തന്നെയാണ് ഇതിന് നൽകിയിട്ടുള്ളത്. അതിൽ 10 ലക്ഷത്തിൻ്റെ കാറുകളിൽ ലഭിക്കുന്ന ഫീച്ചേഴ്സ് ഒന്നും C3ക്ക് ഇല്ല എന്നത് വലിയൊരു പോരായ്മ തന്നെയാണ്. ആകെയുള്ളത് ഒരു ഫിക്സ്ഡ് ഹെഡ് റെസ്റ്റ് മാത്രമാണ്. പിന്നെ റിയർ AC വെൻറ്റ് വരേണ്ട സ്ഥാനത്ത് ഒരു കപ്പ് ഹോൾഡർ മാത്രമാണ് നൽകിയിട്ടുള്ളത്. പിന്നെ 60-40 സ്പ്ലിറ്റ് സീറ്റല്ല, പകരം ഫുൾ ഫോൾഡിംഗ് സീറ്റ് തന്നെയാണ് ഇതിന് നൽകിയിട്ടുള്ളത്. 315 ലിറ്റർ ബൂട്ട് സ്പേസ് ആണ് സിട്രോൺ C3ക്ക് നൽകിയിട്ടുള്ളത്. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു വാഹനം തന്നെയാണിത്. പിന്നെ കുറച്ച് ഫീച്ചേഴ്സ് കുറവുണ്ടെങ്കിലും അത്യാവശ്യം വാല്യൂ ഫോർ മണി വാഹനം തന്നെയാണിത്. ഒരു ഫാമിലിക്കൊക്കെ പറ്റിയ വാഹനം തന്നെയാണ് സിട്രോൺ C3. നിങ്ങൾക്ക് ഓടിച്ച് നോക്കിയിട്ട് എൻജിൻ പോരാ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇതിന് ടർബോ എൻജിൻ ചൂസ് ചെയ്യാം. ചെറിയ വില വ്യത്യാസം മാത്രമേ ഇതിനൊക്കെ വരികയുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നവരെ സ്റ്റേ ട്യൂൺഡ്.